പാലാ നിയോജക മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് റോഡ് മെയിൻ്റനൻസ്, പാലങ്ങൾ, കെട്ടിട വിഭാഗം, ജലജീവൻ മിഷൻ പ്രവർത്തികളുടെ സമഗ്രമായ അവലോകന യോഗം അരുണാപുരം PWD റെസ്റ്റ് ഹൗസിൽ വെച്ച് നടന്നു. യോഗത്തിൽ മാണി സി കാപ്പൻ MLA അധ്യക്ഷത വഹിച്ചു. ചെത്തിമറ്റം മുതൽ ഇടപ്പാടി വരെ റോഡ് കയ്യേറ്റം പൂർണ്ണമായും ഒഴിപ്പിക്കാൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇതിന്റെ തുടർച്ചയായി റോഡ് മണ്ണിട്ടുയർത്തി ടാർ ചെയ്ത് വെള്ളപ്പൊക്ക ഭീഷണിയും ഒഴിവാക്കും. മുടങ്ങിക്കിടക്കുന്ന കളരിയമാക്കൽ അപ്രോച്ച് റോഡ്, റിവർവ്യൂ റോഡ്, ബൈപ്പാസ് റോഡ് എന്നിവ പൂർത്തീകരിക്കുന്നതിന് നടപടികളും സ്വീകരിക്കും. പാലാ ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കുകയും പൊൻകുന്നം റോഡിൽ നിന്ന് ഡിവൈഡറിന് രണ്ട് സൈഡിലൂടെയും വാഹനങ്ങൾ വരുന്ന സാഹചര്യത്തിൽ റംബിൾ സ്ട്രിപ്സ് സ്ഥാപിക്കുന്നതിനും സീബ്ര ലൈൻ താഴേക്ക് മാറ്റിവരയ്ക്കുന്നതിനും തീരുമാനിച്ചു. പിഴകുപാലത്തിന് സമീപം ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കുന്നതിനും പാലത്തിൽ നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സ്ഥലം സർവേ ചെയ്ത് പാലത്തിന് വീതി കൂട്ടുന്ന കാര്യം പരിഗണിക്കാനും MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അവിടെ ചെല്ലുക, ഇവർ അവരെ മീറ്റിങ്ങിന് ശേഷം അവരെ കൂടെ വിളിച്ചു വരുത്തി അവരോട് ചർച്ച ചെയ്യും, പരിഹരിച്ച് വാക്കാൽ തീരുമെങ്കിൽ അങ്ങനെ തീരട്ടെ. കടവുപുഴ പാലത്തിന് 2.40 കോടി രൂപ മാത്രം ആവശ്യമായ സാഹചര്യത്തിൽ ചില്ലച്ചി പാലത്തിന് നീക്കിവെച്ച 3,55,00,000 നിന്ന് 1,15,00,000 രൂപ നിർമ്മാണത്തിന് മാറ്റി നൽകുന്നതിനും തീരുമാനിച്ചു. ഇലവുങ്കൽപ്പാറ, ഇടത്തിങ്കൽപ്പാറ, നരിമറ്റം ചൊവ്വ റോഡ് നിർമ്മാണത്തിന് അവശേഷിക്കുന്ന 1.40 കോടി രൂപയ്ക്ക് പുറമെ 1.49 കോടി രൂപ അനുവദിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായതായും MLA അറിയിച്ചു. ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ ഏറ്റെടുത്തിട്ടുള്ള റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കി സെപ്റ്റംബർ 30 മുമ്പ് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുന്നതിന് ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി കോൺട്രാക്ടർമാരെ കൂടി പങ്കെടുപ്പിച്ച് പഞ്ചായത്ത് തിരിച്ച് ഓരോ റോഡിന്റെയും പ്രവർത്തന പുരോഗതിയും അത് പൂർത്തീകരിക്കേണ്ട കാലാവധിയും യോഗത്തിൽ തീരുമാനിച്ചു. സംസ്ഥാന ബഡ്ജറ്റിൽ അനുവദിച്ച കുരിശിങ്കൽ പാലം നിർമ്മാണത്തിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഒക്ടോബർ ആദ്യവാരത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇതിനു മുന്നോടിയായി വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നത് സംബന്ധിച്ച് ആലോചനയും നടന്നു. അരുണാപുരം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ക്യാൻറ്റീനിൽ ആരംഭിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന്റെ തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിനാവശ്യമായ വാട്ടർ കണക്ഷൻ വാട്ടർ അതോറിറ്റി ലഭ്യമാകും. കൂടാതെ ഭൂഗർഭ ജലവിഭാഗത്തിന്റെ കുഴൽക്കിണറും നിർമ്മിക്കും. യോഗത്തിൽ മാണി സി കാപ്പൻ MLA അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മോണിറ്ററിംഗ് കമ്മിറ്റി കൺവീനറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ ജീജ, ജൽജീവൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കിഷൻ ചന്ദ എന്നിവർ പ്രവൃത്തികളുടെ അവലോകനം നടത്തി. പൊതുമരാമത്ത് വകുപ്പ് ജൽജീവൻ മിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ മുതൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇൻചാർജ് മായ രാഹുൽ, വാർഡ് കൗൺസിലർ ലീന സണ്ണി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത പ്രകാശ്, HMC അംഗങ്ങൾ, ആശുപത്രി സൂപ്രണ്ട്, KCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ജോയിന്റ് RTO, ട്രാഫിക് SI, മീനച്ചിൽ തഹസീൽദാർ, ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയിസ് കറിയ, മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി, മേലുകാവ് SI എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. i4A ന്യൂസ്, പാലാ.